ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനകത്തേക്ക് ഒരു ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും ഒരു 4-5 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ എരിവിനനുസരിച്ച് കേട്ടോ, ഒരു 4-5 ഇട്ടിട്ടുണ്ട്. അതൊന്നായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു 10 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും നമ്മളുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളകും പച്ചമുളകും ചേർക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ വേറെ ഒന്നും ചേർക്കില്ല. പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെ എരിവായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇതങ്ങ് ഓവർ എരിവൊന്നുമില്ല, അത്യാവശ്യം എരിവേ ഉള്ളൂ. കൂടുതൽ എരിവ് വേണ്ടുന്നവർക്ക് കൂടുതൽ അളവ് ചേർക്കാം കേട്ടോ. വറ്റൽമുളകിൻ്റെ അളവും പച്ചമുളകിൻ്റെ അളവും ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പാലക്കാടൻ റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ ടൈപ്പ് കറികളൊക്കെ കഴിച്ചു തുടങ്ങിയത്. നമുക്ക് കൊല്ലത്തോട്ട് ഈ ടൈപ്പ് കറികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കുറച്ച് പുളി ചേർത്ത് ചെയ്യുന്ന കറികളാണ് കൂടുതലും ഇവിടെ. പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിവിടുത്തെ ഒരുവിധം റെസിപ്പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം രണ്ടും രണ്ട് സ്റ്റൈലാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കരുത്. ഇതിനകത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, 1 കപ്പ് വെള്ളം, 250 ml കപ്പാണ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ആ 1 കപ്പ് വെള്ളവും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി അത്യാവശ്യം കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് വേണം, എന്നാൽ ഓവറായിട്ട് അങ്ങ് കളർ ചേഞ്ച് ആവുകയും ചെയ്യരുത്. ഒത്തിരി അങ്ങ് മൂക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് വെള്ളം പോലെ എടുക്കണം. നമ്മുടെ രസത്തിൻ്റെ വേറൊരു വകഭേദമാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പോളം വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പുളി വേണം, എരിവ് വേണം, ഉപ്പും വേണം. ആ ഒരു രീതി. ഉപ്പൊന്നും അധികം കൂടണ്ട. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പുളി ചെക്ക് ചെയ്ത് നോക്കുക. പുളി ഒരു സ്വല്പം ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ആ ഒരു രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മളിന്ന് ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. 1-2 കൂട്ടം കറികളും ചേർത്തിട്ടുള്ളൊരു ഉച്ചയൂണ് റെസിപ്പിയാണ്. അപ്പം വേറൊരു റെസിപ്പി കൂടി ഉണ്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഒരു പൊട്ട് ശർക്കര കേട്ടോ, ഒരു ചെറിയ കഷ്ണം. അതെല്ലാവരും ചേർക്കാറില്ല. ചില വീടുകളിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ ചേർക്കുന്നത്. അതായത് ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ശർക്കരയുടെ അളവ് ഒരുപാട് കൂടരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് മാത്രം, ഓപ്ഷണലാണ്. ഒരു പൊട്ട് ചേർത്താൽ പുളിയൊക്കെ ഒന്ന് ബാലൻസായി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. വേണ്ടാത്തവർക്ക് ശർക്കര ഒഴിവാക്കാം കേട്ടോ. അളവ് കൂടിക്കഴിഞ്ഞാലും വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ട് അളവ് കൂടരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തില്ല. നമ്മൾ മല്ലിയില ഒന്നും ചേർക്കില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാന്തൾ വറുത്തതും ഇവിടുത്തെ ഈ ഒരു പുളിക്കറിയാണ്. മുളക് വറുത്ത പുളി എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടുത്തെ ഫേമസ് ആണ് മുളക് വറുത്ത പുളിയും മാതള മീൻ വറുത്തതും. ആ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഉള്ളവർക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നല്ല പോലെ തിളയ്ക്കണം, അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തിക്കായി വരണം. ഒത്തിരി അങ്ങ് തിക്കാക്കി എടുക്കരുത്, ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കരുത്. എന്നാൽ അത്യാവശ്യം നല്ല ലൂസായിരിക്കണം. നമ്മൾ രസം കുറച്ച് ലൂസായിട്ടല്ലേ ചെയ്യണം, ആ ഒരു രീതിയിൽ വേണം കേട്ടോ എടുക്കാൻ. അല്ലാതെ തിക്കാക്കി എടുത്ത് കളയരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവോള വെച്ചിട്ടുള്ള റെസിപ്പി നോക്കാം കേട്ടോ. സവോള മാത്രം മതി. അത്യാവശ്യം നല്ല വലുതാണെങ്കിൽ 2 എടുക്കാം. ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 3 സവോള എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ തിളയ്ക്കുന്നത്. ചട്ടി നല്ല ചൂടായിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ സവോള കനം കുറച്ച് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല വലുതാണെങ്കിൽ 2, മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 3, തീരെ ചെറുതൊക്കെ ആണെങ്കിൽ 4 ഒക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെക്കണം. അപ്പോൾ നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാൻ ഒന്ന് വെച്ചതിന് ശേഷം പാൻ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കൊരു ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. വേണമെങ്കിൽ ഒരു 2 വറ്റൽമുളകൊക്കെ ഇടാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഒരുപാടങ്ങ് നീളത്തിലുള്ള പീസാക്കി എടുക്കണ്ട. ഒന്ന് ക്രോസിന് കട്ട് ചെയ്തിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് പോവരുത്, ഒന്ന് വാടിക്കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് പച്ചക്കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല 2 കറികളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കറികളാണ് ഇത് രണ്ടും. സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാനൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു 1 പിടിയോളം തേങ്ങ, അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല ജീരകമാണ് കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടി ഒരു 1/4 to 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂണിൽ കൂടരുത്. 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ അളവ് ഒരുപാട് കൂടരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ മല്ലിപ്പൊടി ചേർക്കാതെ ഇരിക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുക്കുക. ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാവൂ, അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്താലും മതി. ഒരു വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. പക്ഷേ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സവോള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വഴണ്ട് പോയിട്ടൊന്നുമില്ല, കാണുമ്പോൾ അറിയാലോ. ഒരു ഇത്തിരി ചെറിയ കഷ്ണം തേങ്ങാക്കൊത്തും കൂടി ചേർത്താലും നല്ലതാണ് കേട്ടോ. ആ സവോള ചേർക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം തേങ്ങ ഒന്ന് ചെറിയ പീസായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി സവോളയുടെ കൂടെ ചേർത്ത് വഴറ്റിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ അരപ്പ് അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചതച്ചെടുക്കുക ചെയ്യാവൂ, ഒരിക്കലും ഈ അരപ്പ് അരഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ പിന്നീട് എപ്പോഴും ഉണ്ടാക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാൻ ഓൾറെഡി ചെറിയ ഉള്ളി കൊണ്ടുള്ള തോരൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ലിങ്ക് ഞാനിതിൽ കൊടുത്തിരിക്കാം കേട്ടോ. ചെറിയ ഉള്ളി കൊണ്ട് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, സവോള കൊണ്ട് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഒരിക്കലും സവോളയ്ക്ക് കിട്ടില്ല, കാരണം ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ സവോള കൊണ്ട് ചെയ്താലും അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഉള്ളവർക്ക് ചെറിയ ഉള്ളി കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. സവോള ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നന്നായിട്ടൊന്ന് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആയി. അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ആവി കയറി കഴിയുമ്പോൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു പപ്പടം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈ വേണം പറഞ്ഞു, അപ്പോൾ ഞാനൊരു പപ്പടമാക്കി. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മുളക് വറുത്ത പുളിയും സവോള തോരനും ഒരു പപ്പടം, വേണമെങ്കിൽ ഒരു ഇത്തിരി അച്ചാറും കൂടെ ആക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള നമ്മുടെ വെജിറ്റേറിയൻ ഊണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിലൊന്ന് ഓക്കെ കൊടുത്തിരുന്നാൽ മതി. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.